അപ്പൊ ഗൈസ് നമ്മളിന്ന് ഫോറസ്റ്റ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള വീഡിയോ നമുക്ക്. അപ്പോൾ ഫോറസ്റ്റ് ക്യാമ്പിന് നമ്മൾ 47 ആളുകളാണ് കേട്ടോ TDRF എന്ന് വന്നത്. നമുക്ക് പോകേണ്ട വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ കണ്ടു പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം ഫോറസ്റ്റിന്റെ ഉള്ളിലോട്ടൊക്കെ പോകും. അപ്പോൾ ആദ്യം ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട് രാവിലത്തെ. അപ്പോൾ നമുക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോകാനും വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് ആണ് ചാക്കിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടി വാഹന സൗകര്യമൊക്കെ ഫോറസ്റ്റുകാർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇതിൽ കയറ്റിയാണ് കേട്ടോ. വേറെയും വാഹനമുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ടീം 2-3 ടീം ഇപ്പോൾ അവിടേക്ക് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നമ്മളെ പ്ലാനിങ്ങൊക്കെ കാട്ടിലേക്ക് പോകുന്നതും പിന്നെ കാട്ടിൽ കൂടെ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവിടുന്നാണ് കേട്ടോ നമുക്ക് ക്ലാസ് എടുത്ത് തരാം. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ വേറൊരു വാഹനം കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ കയറി പോകേണ്ട ഒരു ടീം പോയി. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി അതൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറാം. അപ്പോൾ കഷ്ടിച്ചൊരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ റോഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെ മുമ്പ് വന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ടീം വരാനുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ പാലക്കയം മാതൃകാ വനം സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെയും പിന്നെ അതുപോലെ പാലക്കാട് ജില്ലേൻ്റെയും അതിർത്തിയൊക്കെ പങ്കിടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പാലാഴിയിൽ വെച്ചുള്ളൊരു പരിപാടിക്ക് മാത്രമേ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. അല്ലാതെ വയനാട് വെച്ച് നമ്മൾ കണ്ടിരുന്നു. പക്ഷെ വയനാട് ഞാൻ വേറെ റൂട്ടിലും നിങ്ങൾ വേറെ റൂട്ടിലായിരുന്നു. പക്ഷേ പാലക്കാട് നിന്ന് വന്ന ഈ മണ്ണാർക്കാടുള്ള ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒപ്പം മരം മുറുക്കി പോകുന്ന സുരേഷ് ഉണ്ടായിരുന്നു, സുരേഷ് കരിമ്പ. അദ്ദേഹത്തെ അന്ന് നിങ്ങളൊപ്പം വിട്ടിരുന്നു ഞാൻ. അത് നല്ല രീതിയിലാണ് അത് വർക്ക് ചെയ്ത് 3 ദിവസം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. പിന്നീട് ഇങ്ങോട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനൊരു ക്യാമ്പ് പണിച്ചാർക്ക് ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നിങ്ങളുടെ കുടുംബത്തിലൊരാളാണ് എങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ സുബൈർ സാർ ഉണ്ട്, നമ്മുടെ ലത്തീഫ് സാറാണ് DFO, സുബൈർ സാറാണ്. സാറ് മാറുന്നതിന് മുമ്പ് തന്നെ നിങ്ങളവിടെ എത്തണം എന്നൊരാഗ്രഹപ്രകാരമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ വന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ കാട്ടിൽ കയറാത്ത ആളുകളാണ് കുറെ ഉള്ളത് എന്ന് എനിക്കറിയാം. നിങ്ങൾ ഇതുവരെ പോയ ടാസ്ക് മാതിരിയല്ല കാട് എന്ന് പറയുന്നത്, അത് വേറെ തന്നെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് വളരെ കെയർഫുൾ ആയിട്ട് പോകേണ്ട സംഭവങ്ങളാണ്. വിശദീകരിക്കാൻ വേണ്ടിയിട്ട് സാറിനെ ക്ഷണിക്കാം. അതിന് മുന്നോടിയായിട്ട് TDRF എന്താന്നുള്ളത് നമ്മുടെ സ്റ്റാഫുകളുണ്ട്. അതിനെ കുറിച്ച് ഒരു ബ്രീഫിംഗ് അറിയിക്കും സർ. ഇത് 2019 മുതൽക്ക് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി താലൂക്കിലാണ് ഇത് രൂപീകരിക്കുന്നത്. ചാലിയാർ പുഴയിലെ ജലനിരപ്പ് ഉയരുന്ന സമയത്ത് അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലാണ് ഞങ്ങൾ ആദ്യം സജീവമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ സമയങ്ങളിലൊക്കെ തഹസിൽദാർമാരാണ് ഇതിനെ ലീഡ് ചെയ്യുന്ന ആളുകൾ. ഇൻസിഡന്റ് കമാൻഡർ എന്നുള്ള നിലയിൽ ഇത്തരം ദുരന്തങ്ങളും അപകടങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവരാണല്ലോ ഇതിനെ ലീഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അന്നത്തെ തഹസിൽദാറുമായി, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, അപ്പോൾ ഇവരായിട്ട് എല്ലാ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകളായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചു, നമ്മൾ ഈ താലൂക്കിനെ സഹായിക്കാൻ പറ്റാവുന്ന ഒരു വളണ്ടിയർ സേന ഉണ്ടാക്കിയല്ലേ എന്നുള്ളത്. അപ്പോൾ അവരും വളരെ നല്ല പോസിറ്റീവായിട്ടാണ് അതിനെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ യോഗം നടക്കുന്നത് താലൂക്ക് ഓഫീസ് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു വോളണ്ടിയറി ആയിട്ട് ആണ് നമ്മൾ ഈ ഒരു സേനയെ രൂപീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 വർഷത്തോളം നമ്മൾ പ്രവർത്തിച്ചു. അത് നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു കോർഡിനേഷൻ ഒന്നും ഇല്ലാതെ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്നു. പിന്നീട് നമ്മളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കലക്ടർ നമ്മൾക്കൊരു അഭിനന്ദന ചടങ്ങിൽ വെച്ച് അന്നത്തെ ജില്ലാ കലക്ടർ നമ്മളോട് ആവശ്യപ്പെടുകയായിരുന്നു എല്ലാ താലൂക്കിലും രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് താലൂക്ക് ദുരന്ത നിവാരണ സേന എന്നുള്ളൊരു പേര് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് വയനാട് ജില്ലകളിലൊക്കെ ആയിട്ട് നമ്മൾ വളരെ വലിയ സേവനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തികച്ചും ഒരു സന്നദ്ധ സേന മാത്രമാണ്, സർക്കാർ സംവിധാനമല്ല. നമ്മൾ പൈസ വാങ്ങിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളല്ല. ആ രീതിയിലുള്ള ഒരു ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് സേവനം ചെയ്യാന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നമ്മൾ വിവിധ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ബോധവൽക്കരണങ്ങൾ, സർക്കാർ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഏത് സർക്കാർ എന്നുള്ളതല്ല. അതോടൊപ്പം തന്നെ ഇതിൽ രാഷ്ട്രീയ, ജാതി, മത വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുക. ഇതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതാണ് ഏറ്റവും ചുരുക്കി നമുക്ക് ഇതിൽ പറയാനുള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആളുകളും പിന്നെ മറ്റുള്ള എല്ലാവരുടെയും ഒരു സപ്പോർട്ട് നമുക്കുണ്ട്.
നമ്മൾ ഏതൊരു കാര്യങ്ങളും അവരോടൊക്കെ അന്വേഷിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമുക്കിതിന് പിന്നെ ജില്ലാ നമ്മളിപ്പോൾ നിലവിൽ 2 ജില്ലകളിലായിട്ടാണുള്ളത്. ആ ജില്ലകൾക്ക് 2 നേതൃത്വങ്ങളുണ്ട്. ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് സംസ്ഥാന സമിതി പ്രവർത്തിക്കുന്നുണ്ട്. എന്റെ പേര് ഉമർ അലി ശിഹാബ് എന്നാണ്. ഞാനിതിന്റെ ഫൗണ്ടറും സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്ററും ഞാനാണ്. ഇത് നൌഷാദ്, കോഴിക്കോട് ജില്ലാ വളണ്ടിയർ ക്യാപ്റ്റനാണ്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ വളണ്ടിയർമാരും അതിലെ കോർഡിനേറ്റർമാരായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ട്രെയിനിങ്ങിന് നമ്മൾ വന്നത് പ്രധാനമായിട്ടും കാടറിയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇറങ്ങാനുള്ള. നമ്മൾ നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായിട്ടും അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ സേവന പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരീക്കോട് കിണറിൽ ആന വീണ സമയത്ത് ഞങ്ങളന്ന് ഫോറസ്റ്റിന്റെ കൂടെ ആ കിണറിന് ചുറ്റും ഞങ്ങളുണ്ടായിരുന്നു. അതേപോലെ ആദിവാസികളൊക്കെ മരണപ്പെടുന്ന സമയത്ത് അവരുടെ ബോഡി താഴേക്ക് കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോലീസ് പലപ്പോഴും നമ്മളെയാണ് വിളിക്കാറുള്ളത്. അതോടൊപ്പം കാട്ടിൽ ആളുകളെ കാണാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ തെരച്ചിലിന് നമ്മൾ പോകാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കൃത്യമായി കാട്ടിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരു അറിവ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് നൽകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ ഒരു വരവിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഇത്തരം ഡ്യൂട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെയുള്ള കാടിന്റെ ഒരു സൗന്ദര്യവും കൂടി നമ്മളൊന്ന് ആസ്വദിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു വരവാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിനകത്തെ പ്രവൃത്തികൾക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? പങ്കാളിയായി പോകുന്നത്. പാലക്കാട് ജില്ലയിൽ ഇതിന് ഇതുപോലുള്ള പരിപാടികൾ തുടങ്ങുന്നുണ്ടോ? നമ്മുടെ ജില്ലകളിൽ തുടങ്ങാൻ സത്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ, പാലക്കാട്, വയനാടൊക്കെ തുടങ്ങാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്നും വിളികൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളിത് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അവിടുന്ന് വന്ന് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു വാഹനത്തിൽ പെട്രോൾ അടിച്ച് 4 ആൾ വന്നാൽ ആ ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ചെലവഴിക്കാം. പക്ഷെ നമ്മളെ പെട്രോള്, നമ്മളെ ഫുഡ്, ഈ രീതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ എമൗണ്ടാണ് നമുക്ക് വരിക. അപ്പോൾ അത് സാമ്പത്തികമായി നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങാതിരിക്കുന്നത്. ഇവിടെ ഒരു സംഘത്തെ രൂപീകരിക്കാം അല്ലേ? നമ്മൾ ഇതിനുള്ള എല്ലാ സപ്പോർട്ടും ഇവിടുന്ന് ഒരു പിന്നെ ഒരു ചെറിയ പിന്തുണ കിട്ടിയാൽ ഞങ്ങളൊരു വലിയ ടീമായിട്ട് ഇങ്ങോട്ടേക്ക് വരും. വയനാട് ദുരന്തത്തിലൊക്കെ പങ്കെടുത്തു. ഡെയിലി പാലം നിർമ്മാണത്തിൽ ഇന്ത്യൻ ആർമിയെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കാണ് അവസരം ഉണ്ടായിരുന്നത്. വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി നമുക്ക് കിട്ടിയ ഒരു വലിയൊരു അവസരമാണ്. അതോടൊപ്പം തന്നെ റെസ്ക്യൂവിലും നമ്മളെ നിരവധി വളണ്ടിയർമാർ അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ഡെയിലി പാലത്തിന്റെ റിപ്പോർട്ടിൽ നമ്മളാണ് ഇന്ത്യൻ ആർമിയെ സഹായിച്ചുകൊണ്ട് ആ പാലം നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നത്. പിന്നെ വയനാട് ദുരന്തം, താനൂർ ബോട്ട് അപകടം, അതോടൊപ്പം കോഴിക്കോട് വിമാനാപകടം, ഇതിലൊക്കെ നമുക്ക് വളരെ വലിയ സേവനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ആ വിമാനാപകടത്തിൽ അതിന്റെ പൈലറ്റിനെ എടുത്തത് ഞങ്ങൾ കൊണ്ടോട്ടിയിലുള്ള ആസിഫ് എന്ന് പറഞ്ഞിട്ടൊരു വളണ്ടിയർ ആയിരുന്നു. അതോടൊപ്പം തന്നെ താനൂർ ബോട്ട് അപകടം എല്ലാവരും അറിഞ്ഞില്ല. അന്ന് ഞങ്ങൾ 3 വളണ്ടിയർമാർ അതിലുള്ളത് കൊണ്ടാണ് 15 പേരെങ്കിലും ജീവനോട് അന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ നമ്മൾ വളണ്ടിയർമാരുണ്ടായിരുന്നു. അവരാ നാട്ടുകാർ തന്നെയാണ്. അപ്പോൾ ഒഴുകിപ്പോകുന്ന ആളുകളെ അവരാണ് പിടിച്ച് ബോട്ടിന്റെ പുറത്തേക്ക് മറിഞ്ഞ ഭാഗത്തേക്ക് പിടിച്ചു നിർത്തുന്നത് ഇവരാണ്. അതിൽ നമുക്ക് പ്രത്യേക അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ജീവനുകളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബോധവൽക്കരണം തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ സജീവമായിട്ട് ചെയ്യുന്നത്. 3000-ലധികം ബോഡികൾ എടുത്തൊരു അസിസ്റ്റാണ് കടലുണ്ടി ദുരന്തത്തിൽ എന്റെ ഒപ്പം ഉണ്ടായതാണ്. അദ്ദേഹമാണ് എന്നെ ഇവരായിട്ട് കണക്ട് ചെയ്തത്. അദ്ദേഹത്തിന് എവിടെ ഒരു ബോഡി ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് മഠത്തിൽ അബ്ദുൽ അസീസ് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ചത്. ഞാൻ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ ഒരു വിശ്വസിച്ചാലി ഉണ്ടെങ്കിൽ എന്ന പരിപാടി, അതിലൊരു എപ്പിസോഡായിട്ട് അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 12-13 വർഷം മുമ്പ്. അദ്ദേഹമാണ് ഇത് രൂപീകരിക്കുന്നതിനെ ഫസ്റ്റ് ടൈം തന്നെ നമ്മളിതിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് അങ്ങോട്ട് പല മേഖലകളിലും ഇവരെ കാണാറുണ്ട്, പല സ്ഥലങ്ങളിലും. ഇതിന് നിങ്ങൾ NGO ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവർ പല തവണകളായിട്ട് നമ്മളെ എല്ലാ പരിപാടികളിലും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ പോകുന്ന വഴി അറിയാലോ. നാട്ടുകാരാ സത്യത്തില് എന്നെ സംബന്ധിച്ച് പറയാനായി എന്റെ നാട്ടുകാര് ഒരു സുഖസാരോട് രാവിലെ പറഞ്ഞാൽ വെച്ചാല് നാട്ടിൽ നിന്നൊരു വിളി വന്നപ്പോൾ 100 പേരെ അവർ വരാനാണ്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. കാരണം എന്നിട്ട് അത് വെട്ടിച്ചിരിക്കിട്ടാണ് ഇപ്പൊ എത്ര പേരുണ്ട് ടോട്ടൽ? 50 ആക്കിയിരിക്കുന്നത്. അപ്പൊ 100 പേരാണെങ്കിൽ ഇവർ വരാൻ തയ്യാറാണ്. ലേഡീസ് ഉണ്ട്, പക്ഷെ ലേഡീസിനെ തൽക്കാലം 25ഓളം ലേഡീസ് വരാന്ന് പറഞ്ഞതാണ്. അവരെ തൽക്കാലം കാരണം ഇവരൊന്ന് സെറ്റായതിനു ശേഷം പിന്നെ ഇവർക്ക് കുറച്ചെങ്കിലും ഒരു അറിവ് കാരനെ കുറിച്ച് കിട്ടിക്കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് തവണ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളെ ചിട്ടകള് അത് നിർബന്ധമായിട്ട് ഇവര്, കാരണം സിമ്പിളല്ല, പുറമെ ഉള്ള മാതിരിയല്ല കാട്ടിന്റെ ഉള്ളിൽ കാലെടുത്ത് വെച്ചാൽ എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ കൊടുക്കണം. കുറെ ചോദിക്കാണ്ട് അവരോട് നമ്മളെ TDRFനെ കുറിച്ച് അറിയാനുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ
ആദ്യമായിട്ട് പാലക്കയം സ്റ്റേഷനിൽ ഒരു സന്നദ്ധ പ്രവർത്തകർ എന്ന രീതിയിൽ ഇവിടെ എത്തിച്ചേർന്ന TDRF ടീം ലീഡർക്കും ഇതിലെ ഓരോ അംഗത്തിനും അതുപോലെ തന്നെ ഈ പരിപാടി ഞങ്ങളിലേക്ക് എത്തിച്ച ഉണ്ണി സാറിനും വനം വകുപ്പിൻ്റെ പേരിലും പാലക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ എല്ലാ സ്റ്റാഫുകളുടെ പേരിലുള്ള സ്വാഗതം ഞങ്ങളോട് അറിയിക്കുകയാണ്. ഉണ്ണി സാറെ കുറിച്ച് നമുക്ക് നേരത്തെ അറിയാം. കാരണം മണ്ണാർക്കാട് റേഞ്ചിൽ ഇതുപോലെ നിരവധി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയാകുന്ന ഒരു വ്യക്തിയാണ്. ഇതുപോലെ പല ടീമിനെയും ഏകോപിപ്പിച്ചുകൊണ്ട് വനം വകുപ്പുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു വീട്, അതാണ് നമ്മൾ കണ്ടത്, ഒരു മഴയത്ത് ഒരു വീട് നശിച്ചായിരുന്നു, മരം വീണിട്ട്. അത് ഞങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി പുനർനിർമ്മിച്ചായിരിക്കും. അതിലൊരു മുഖ്യ പങ്ക് വഹിച്ച ഇദ്ദേഹമാണ്. പാലക്കയം സ്റ്റേഷനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് മണ്ണാർക്കാട് റേഞ്ചിലെ ഒരു സ്റ്റേഷനാണ്. മണ്ണാർക്കാട് റേഞ്ചിൽ 3 സ്റ്റേഷനുണ്ട്. തിരുവിതാംകുന്ന് സ്റ്റേഷൻ, മണ്ണാർക്കാട് സ്റ്റേഷൻ, പാലക്കയം സ്റ്റേഷൻ. ഇത് പാലക്കയം സ്റ്റേഷനാണത്. ഇതിന്റെ വനമേഖല എന്ന് പറയുന്നത് 74 സ്ക്വയർ കിലോമീറ്ററോളം വനമേഖലയുള്ള ഒരു സ്റ്റേഷനാണത്. അപ്പോൾ നിങ്ങളെ ഇവിടെ എത്തിച്ചതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഫീൽഡിൽ കേരളത്തിലൊട്ടാകെ അനുഭവിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷം പോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ വളരെ രൂക്ഷമാണ്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വനത്തിനകത്തെ കളകളും മറ്റും നിറഞ്ഞ് സ്വാഭാവിക സസ്യങ്ങൾ വളരാതെ വന്യജീവികൾക്ക്, സസ്യബുക്കുകളായ വന്യജീവികൾക്ക് തീറ്റ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അവ തീറ്റ തേടി വനത്തിന് വെളിയിലേക്ക് എത്തുന്നു. അത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വനമേഖലയിലും ഇതുപോലെ കാടിനകത്ത് സ്വാഭാവിക സസ്യങ്ങൾ വളരാൻ തടസ്സം നൽകുന്ന ഒരുപാട് കളസസ്യങ്ങളുണ്ട്, ഇൻവാസീവ് സ്പീഷീസ് എന്ന് പറയും. അത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഘട്ടം ഘട്ടമായി ഇറാഡിക്കേറ്റ് ചെയ്ത് അവിടെ സ്വാഭാവിക മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് വനം വിപുലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അത് ഘട്ടം ഘട്ടമായി നടന്നു വരികയാണ്. അതിന്റെ ആദ്യ പടി എന്നുള്ള രീതിയിലാണ് ഇന്നിവിടെ നിങ്ങളോട് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ ഇതിന് നേതൃത്വം വഹിക്കുന്നത് മണ്ണാർക്കാട് റേഞ്ചിന്റെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറായുള്ള ബഹുമാനപ്പെട്ട സുബൈർ സാറാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല, എങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വന്ന ഈ ടീമിനെ 2 ടീമായിട്ട് മാറ്റും. ഒരു ടീമിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കള മാറ്റി അവിടെ വെട്ടിമാറ്റി അവിടെ പുതിയ സ്പീഷീസ് നടന്ന ഒരു ജോലിയിലും, മറ്റൊരു ടീമിനെ നമ്മൾ ഈ കുറച്ചപ്പുറത്തുള്ള കല്ലടിക്കോട് ഭാഗത്തേക്ക് കൊണ്ടുപോയി നമ്മൾ വനാതിർത്തിയിൽ ഈ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാനായിട്ട് ഫെൻസിങ് നിർമ്മിച്ചിട്ടുണ്ട്. അത് പക്ഷേ പരിചരണ പ്രവർത്തനങ്ങളുടെ കുറവ് മൂലം അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അത് നമ്മളൊന്ന് എല്ലാവരോടും ചേർന്നിട്ട് ഒരു മിഷൻ ഫെൻസിങ് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ചേർന്നിട്ട് അതിനു വേണ്ട പരിചരണ പ്രവർത്തനങ്ങൾ നടത്തി അത് വൃത്തിയാക്കി ചാർജ് ചെയ്യുന്നു. വന്യജീവികൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നു. ഈ 2 പ്രവൃത്തികളാണ് നമുക്ക് ഇന്ന് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ പരിപാടി എന്തായാലും ഒരു ഉച്ചയോടുകൂടി തീരും. 2 മണിയോടുകൂടി നമുക്ക് തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വനത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അനുഭവിക്കാനുമായിട്ട് ശിരുവാണിക്ക് ഒരു ട്രിപ്പുമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇതിൽ ഇപ്പോൾ പല ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഏർപ്പെടുന്ന ആളുകളാണ് അല്ലേ, എങ്കിലും കാട്ടിനകത്തേക്ക് പോയിട്ടുള്ള ഒരു പരിപാടി അധികം ചെയ്തിട്ടില്ല, പരിചയം കുറവാണ് എന്ന് പറഞ്ഞു. ചില ആളുകൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കാട്ടിനകത്തേക്ക് പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലേ. നമുക്ക് പരിചയമുള്ള സ്ഥലത്തേക്കല്ല നമ്മൾ പോകുന്നത്. കാടെന്ന് പറയുന്നത് വന്യജീവികളുടെ ഒരു വിഹാര മേഖലയാണ് അല്ലേ, അവരുടെ വീടാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം, വേറൊരാളായിട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ സുരക്ഷയും ആണ് നമുക്ക് വലുത് അല്ലേ. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിനകത്തേക്ക് നമ്മൾ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അശ്രദ്ധമായിട്ട് അത് അവിടെ എവിടെയെങ്കിലും ഇടും, അത് വന്യജീവികൾ ഭക്ഷിക്കും, അത് അവരുടെ ശരീരത്തിന് ഹാനികരമാകും. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവുമെങ്കിലും വെള്ളക്കുപ്പിയും അതുപോലെ ചെറിയ രീതിയിലുള്ള സ്നാക്സ് എല്ലാം നമ്മൾ എടുക്കും അല്ലേ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കാട്ടിനകത്തുനിന്ന് നമ്മളൊന്ന് തിരിച്ച് പുതുതായിട്ട് അവിടെ നിന്നൊന്നും ശേഖരിച്ച് പുറത്തേക്ക് വെളിയിലേക്ക് കൊണ്ടുവരാനും പാടില്ല. കാടെന്ന് പറയുന്നത് വന്യജീവികളാണ്, നമുക്കതിൽ അവകാശമല്ല. അപ്പോൾ അവർക്ക് തന്നെ അത് ഉപയോഗിക്കണം. അതിനുവേണ്ടിയാണ് ഈ 2 കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനും പാടില്ല, ഒന്ന് തിരിച്ചൊന്നിങ്ങോട്ട് എടുക്കാനും പാടില്ല.
പിന്നെ നമ്മുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. അതായത് ഇഴജന്തുക്കൾ അല്ലെ, വലിയ ജീവികൾ നമ്മൾ കാണാൻ പറ്റും. ആനയും കാട്ടുപോത്തും മറ്റ് ജീവികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കണ്ട് നമുക്ക് മാറാം. പക്ഷെ കാണാത്ത ഈ മറിഞ്ഞിരുന്ന് നമ്മളെ ആക്രമിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്, പാമ്പ് വർഗത്തിൽപ്പെട്ട ജീവികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. അപ്പൊ അതിലൊന്നും സേഫ്റ്റി എന്നുള്ള രീതിയിൽ എല്ലാവരും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലെ, അത് ധരിക്കുക. അതുപോലെ തന്നെ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇതൊക്കെ അതിനുള്ളൊരു പ്രിക്കോഷനാണ്. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻവാസീവ് സ്പീഷീസിനെ വെട്ടിക്കളയുകയാണ്. അതിന് അനുസരിച്ചുള്ള വെട്ടുകത്തിയുണ്ട്, പിന്നെ മാറുന്ന റേക്സ് എന്നുള്ള സാധനമുണ്ട്. അത് എല്ലാവരും ചെയ്യുന്നതിൽ കുറച്ച് കത്തിയുണ്ട്, നിങ്ങളുടെ കയ്യിലും കുറച്ചൊന്നുണ്ടല്ലോ. ഇതും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും നിരന്നത് ചെയ്യരുത്. നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള ചെയ്യുന്നത്. കുറച്ച് പേര് ചെയ്യുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ അടുത്ത ആളുകൾ കൈമാറുക. അങ്ങനെ നമുക്ക് പറ്റാവുന്നിടത്തോളം മുഴുവനായിട്ട് നമുക്ക് വെട്ടിമാറ്റാനൊന്നും പറ്റില്ല. പറ്റാവുന്നിടത്തോളം നമുക്ക് അത് വെട്ടിമാറ്റി അതിനകത്ത് നമ്മളിവിടെ പല രീതിയിലുള്ള വിത്തുകൾ ശേഖരിച്ച് ഉണ്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, മണ്ണിൽ കലർത്തി വിത്തുണ്ടകൾ. അപ്പോൾ അതിന് കുറച്ച് നമ്മൾ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാം. നിങ്ങൾ വൃത്തിയാക്കിയ ഭാഗങ്ങൾ ഇത് നടുക. ഇതും നമ്മുടെ ഇന്നത്തെ ഒരു പ്രവൃത്തിയിൽ പെട്ടതാണ് കേട്ടോ. പിന്നെ അതിൽ പറയാനുള്ളത്, നമ്മൾ പോകുന്ന വഴിയിൽ ഏതെങ്കിലും വന്യജീവിയുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ വഴി മാറിപ്പോകണം. ആ രീതിയിൽ നമ്മുടെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ലീഡ് ചെയ്യും. വന്യജീവിയുടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട വഴി മാറി പോവുക, അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഇല്ലാതാക്കുക, കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക. അതാണ്. അതുപോലെ കയ്യുറ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ, കയ്യുറ ഗ്ലൗസ് എല്ലാം ഉണ്ട്, ഗ്ലൗസ് ഇടുക. മഴ സീസണാണ്, അതുകൊണ്ട് കോട്ടൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. കോട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കോട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ചെറിയ ലഗേജ് ആയിട്ട് കൊണ്ടുപോയാൽ മതി, മുഴുവനായിട്ട് കൊണ്ടുപോകണ്ട. ഇത് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്, കുത്തിനുള്ള കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ പോയിട്ടുണ്ടോ? കുടിവെള്ളം ഇതെല്ലാം നമ്മളിവിടെ കരുതിയിട്ടുണ്ട്. കുടിവെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരും പാട്ടായി ചെറിയ സ്നാക്സ് നമ്മൾ കരുതിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം. പ്രഭാത ഭക്ഷണം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുകയാണ്. നമ്മൾ അതിന് മുമ്പ് ഏതൊക്കെ രണ്ട് ടീമാക്കുക. ഒരു ടീമിനെ ഈ 3 വണ്ടികളിലായിട്ട് നമ്മുടെ ആ സ്ഥലത്ത് കൊണ്ടുവെക്കും. അവിടുന്ന് നിങ്ങൾ കൊണ്ടുപോകും. ഒരു ടീമിനെ നമ്മൾ ബസ് തന്നെ കയറ്റിയിട്ട് കല്ലടിക്കോട് കൊണ്ടുവരും. അത് ഞാൻ അതിൽ പോകുന്നുണ്ട് കേട്ടോ. അതാണ് അങ്ങനെയാണ്. അതിനുശേഷം 3-4 മണിക്കൂറിൽ നമ്മൾ അവിടെ ചിലവഴിക്കുള്ളൂ. അതിനുശേഷം 2 മണിയാകുമ്പോഴേക്കും തിരിച്ചെടുക്കുക, ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കുക. അതിനുശേഷം നമ്മൾ ശിരുവാണി പോവുക. ശിരുവാണി പോയി തിരിച്ചു വരുമ്പോൾ ഇതുപോലെ ഒരു ഭയങ്കര സെഷനാക്കിയിട്ട് വിളിക്കാൻ കേട്ടോ. അതാണ്. ഇതിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യാം. പിന്നെ യാത്രക്കിടയിലും നമ്മുടെ ജോലിക്കിടയിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ വിശ്രമിക്കുക. വോളണ്ടറി ആക്ടിവിറ്റി ആണല്ലോ, നിർബന്ധമല്ലല്ലോ. പരമാവധി ഈ അവസരം വിനിയോഗിക്കുക. കാട്ടിനകത്തേക്ക് പോകാനുള്ള ഒരു ചാൻസാണ്. ശുദ്ധമായി ശ്രദ്ധിക്കാം, കുറച്ച് ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരിക്കാം അല്ലേ. അതുപോലെ തന്നെയാണ് കാട്ടിനകത്തേക്ക് പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ വായ അടയ്ക്കണം, കണ്ണും കാതും തുറന്നിടുന്നതാണ് പറയുന്നത്. സംസാരിച്ചു കഴിഞ്ഞാൽ വല്ല വന്യജീവികളുടെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ സംസാരിക്കാം, പരമാവധി സൈലന്റ് ആകാം. ഒന്നും സംസാരിക്കാൻ നമുക്ക് പോകാനും പറ്റില്ല അല്ലേ. പരമാവധി ഈ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത് അല്ലേ. കാണണം നമുക്ക്, അതുപോലെ കേൾക്കണം. ഇതിന്റെ വന്യജീവികളുടെ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളത് ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ആരും ടീം വിട്ടുപോകരുത്. എല്ലാവരും നമ്മുടെ ടീമിൽ ഉണ്ടാവണം. ഒറ്റയ്ക്ക് ആരും പോകരുത്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടക്കുക. പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോഴും പരസ്പരം നിങ്ങളുടെ കൂടെ മറ്റാളുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോരുത്തരും ടീമായിട്ട് തന്നെ നിൽക്കുക. മാറിപ്പോകരുത്, ഒറ്റപ്പെടരുത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ മഴ വന്നേക്കാം. മഴ വന്നാലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഇപ്പോഴൊക്കെ നമ്മൾ ടീമായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. ആരും ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം, നമ്മൾ ഓരോരുത്തരും കേട്ടോ. ഇക്കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. മൊബൈൽ കൊണ്ടുപോകാം. സൈലന്റ് ആയില്ലോ. എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ഒരു കലവിലായല്ലോ. പരമാവധി സൈലന്റ് ആക്കാം. പരമാവധി 2-3 മണിക്കൂർ നമുക്ക് ഓഫാക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കൃത്യമായ റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടല്ലോ അല്ലെ, ക്യാമറമാനെ അപ്പൊ മൊത്തം 50 ആളാണല്ലോ നമുക്ക്. 47. അപ്പൊ അങ്ങോട്ട് ഇവിടേക്ക് എത്ര ആളുകൾ വരും? ഇവര് അങ്ങോട്ട് 7, 8, 9, 10, 12, 13. ഇനി ഇതിലേക്ക് 7 ആൾ കൂടി വേണം. 6 ആള് മതി. അതിലൊന്ന് മുഹൈമിൻ ഉണ്ട്. 18 പോണം.
കട്ടറിന്റെ ആവശ്യം വരുന്നുണ്ടോ? അരിക്കാട് തന്നെ ഉൾക്കട്ടറിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മളിനി ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണം കൊടുക്കൽ തുടങ്ങി. അപ്പോൾ രാവിലത്തെ ഫുഡ് എന്താണെന്നുള്ള നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണ്ട ഫുഡും എന്തിനു പറയുന്നു, നമുക്ക് ട്രെക്കിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളക്കുപ്പി വരെ വഴി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും അതിക്കുള്ള കൂട്ട് കറികളാണ് ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മളിപ്പോൾ 10-50 ആളുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ അത് ഭയങ്കര പ്രയാസമാണ്. എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ സൽക്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരത്തെ 2 ടീമൊക്കെ തിരഞ്ഞെടുത്ത്. അപ്പം ഞാൻ ഉൾപ്പെട്ടത് 20 അംഗങ്ങളുള്ള ടീമിലാണ്. പിന്നെ ഫോറസ്റ്റത്തെ ഉദ്യോഗസ്ഥരും ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ ടീം ജീപ്പിൽ പുറപ്പെട്ടു. നമുക്ക് പിന്നെ ബസ്സിനാണ് പോകാനുള്ളത്. അപ്പോൾ നമ്മളൊപ്പം മനോജ് സാറ് ഒപ്പം പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന വാഹനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പം ഇനി ഇവിടുന്ന് നമുക്ക് മീൻവല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ് ആദ്യം പോവേണ്ടത്. പിന്നെ അവിടെ നിന്നാണ്ട് നമുക്ക് നടന്ന് പെൻസിലൊക്കെ റെഡിയാക്കി അങ്ങനെ നടന്ന് പോകണം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി. മീൻവെള്ളം അതിനൊരു സംഭവം വായിച്ചല്ലേ ശരി. എവിടെ ഒരു സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാട് നാടിൻ്റെ സമ്പത്ത്, കാട്ടുതീ നാടിൻ്റെ ആപത്ത് അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവഞ്ഞി പോയേക്കാം. ഇവിടെ റെസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഓലൊക്കെ അവിടെ എത്തി. അപ്പോൾ പുലി ഇറങ്ങണ പ്രദേശമാണല്ലേ. പുലി ഇറങ്ങുന്ന പ്രദേശം. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ പുഴ മുറിച്ച് കിടന്നിട്ട് വേണം. ഇവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ പാലം എന്ന് പറഞ്ഞാൽ താൽക്കാലിക പാലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബൈലി പാലല്ലേ. ഫുൾ സീനാണ് കേട്ടോ ഇവിടെ. അടിയിലൊക്കെ കിടങ്ങാണ്, പാർക്കായിട്ടുള്ള കിടങ്ങാണ്. അതിലാണ് റോഡുണ്ടല്ലേ. ഓരോടത്ത്
അങ്ങനെ നമ്മൾ കാടൊക്കെ ആസ്വദിച്ച് നടക്കാൻ കേട്ടോ, കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിൽ കൂടെ ആ പുഴ ഇങ്ങനെ കടന്ന് പോകുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഭംഗി കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഫെൻസിങ് നിർമ്മാണത്തിനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താ വർക്കെന്ന് ചോദിച്ചാൽ ഈ ഫെൻസിങ്ങിൻ്റെ അടിയിൽ ഈ കാട് കൂടി കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയാണ്ട് അവർക്കുള്ള സൗകര്യം റെഡിയാക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ടാസ്ക്. പാലക്കാട് പറഞ്ഞ രീതിയിൽ മീൻവല്ലം ഭാഗത്ത് എത്തിയിരിക്കാം. ഇവിടെയാണ് നമുക്ക് ഫെൻസിങ് മെയിൻ്റനൻസ് നടത്താനുള്ളത്. അപ്പോൾ ഇതാണ് മീൻവല്ല ഏരിയ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ടൂറിസം സ്പോട്ടിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മീൻവല്ലം വാട്ടർഫാൾസ് എന്നുള്ളത്. ഇത് മീൻവല്ലം പുഴയാണ്. ഇത് കാട്ടിനകത്ത് വരുന്നതാണ്. അതിൻ്റെ അവിടെ ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്, അതിവിടെ ഉണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് വാട്ടർഫാൾസ് ഉള്ളത്. എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് അതൊന്ന് പോയി കണ്ടു വരാം, കാരണം അതിൻ്റെ അടുത്തെത്തിയതാണല്ലോ. അത് കണ്ട് വന്നതിന് ശേഷം നമുക്ക് മെയിൻ്റനൻസ് നടത്താനുള്ളത് തൊട്ട് മുകളിലാണ്. ഒരു 150 മീറ്റർ മുകളിൽ കയറുക. അവിടുന്ന് നമ്മൾ കയറി ഇതെല്ലാം വൃത്തിയാക്കി കുറച്ചപ്പുറത്ത് 3 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങും. അത്രേ നമ്മുടെ പരിപാടിയുള്ളൂ. ഇത്രയും ആളുകൾ നമ്മളുണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് ഫെൻസിങ് മെയിൻ്റനൻസ് നടത്തുന്നത് പാലക്കാട് ഡിവിഷൻ്റെ ഏരിയയാണ്, നമ്മുടെ ഏരിയ അല്ല. പക്ഷേ അവിടെ ഫെൻസിങ് കാലങ്ങളായിട്ട് കേടുവന്ന് നടക്കുകയാണ്. അതിൽ കൂടെ ആന ഇറങ്ങി നമ്മുടെ ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മളാണ്. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി നമ്മളത് ശരിയാക്കാൻ പോവുകയാണ് കേട്ടോ. അതിനായിട്ട് പാലക്കാട് ഡിവിഷനിലെ ആളുകളുണ്ട്. രംഗകൃഷ്ണൻ അതും മറ്റ് അതിൻ്റെ വാച്ചക്കാരും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അവരുണ്ട്. എല്ലാ സപ്പോർട്ട് നമ്മൾ അവർ അസിസ്റ്റ് ചെയ്യുക, നമ്മൾ ശരിയാക്കി കൊടുക്കുക. അതാണ് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒരാൾ പോയിട്ട് ഈ വാട്ടർഫാൾസ് കണ്ടുവരും, പെട്ടെന്ന് വരും. ഇപ്പോൾ സമയം 11:30. 3.3 രണ്ട് ടർബൈനുണ്ട്. ഇത് നല്ല ഫുൾ ടൈം ഇപ്പോൾ വെള്ളമുള്ള കാരണം ഫുൾ ടൈം ആയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കറണ്ടിന് ഇപ്പോൾ വളരെ ലാഭകരമായി പോകുന്ന ഒരു പ്രോജക്റ്റാണ്. ഇവിടെ ഒരു വൈദ്യുതി യൂണിറ്റ് ഉണ്ട് കേട്ടോ. 3.3ൻ്റെ 2 ടർബൈനുകൾ ഉണ്ടെന്നാണ് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളച്ചാട്ടത്തിൽ പോയി വന്നതിൻ്റെ ശേഷം നമുക്കൊന്ന് കാണാൻ പോകാം കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ വൈദ്യുതി നിലയത്തിൽ നിന്ന് വൈദ്യുതിയൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം പെയ്യി വരുന്ന വെള്ളമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് ഓഫ് വരുന്ന വെള്ളമാണ് ഇത് വരുന്നത്. കുറവാണ്, മഴ എന്നാലും കുറവായിരിക്കും. ഇത് നമ്മുടെ നാച്ചുറലായിട്ട് ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളമാണ്. ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളം നേരെ പെൻസിൽ പൈപ്പ് വഴി ഒരു 200 മീറ്റർ മുകളിൽ 100 മീറ്റർ ഉണ്ടാവും. 250 മീറ്റർ 2 ഉണ്ട്. 2 ചെക്ക് ഡാമുണ്ട്. അതിന് വെള്ളം നേരെ പെൻസിൽ പൈപ്പ് വഴി വന്ന് നമ്മുടെ ടർബൈനിൽ വന്ന് കറങ്ങി 2 യൂണിറ്റ് 3.3ൻ്റെ 2 യൂണിറ്റ് ഉണ്ട്. 2 യൂണിറ്റ് ഫുൾ ടൈം ഇപ്പോൾ വൈദ്യുതി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ലാഭകരത്തിൽ ജില്ലാ പഞ്ചായത്തിന് നല്ല ഗവൺമെന്റിന് നല്ലൊരു ഇൻകം KCB കൊടുക്കണം. ജില്ലാ പഞ്ചായത്ത് നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു പ്രോജക്റ്റായിട്ട് വിജയകരമായി നടത്തിക്കൊണ്ട് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ അന്നുണ്ട്. ഇത് നമ്മുടെ മീൻവെള്ളത്തിൻ്റെ ഒരു ബേസിക് ഹിസ്റ്ററി. ഇത് നമ്മുടെ ഫോറസ്റ്റ് ഏരിയയാണ്. പാലക്കാട് ഡിവിഷൻ സ്ഥലങ്ങളും മുകളിലാണ് പാലക്കാട് ഡിവിഷൻ വരുന്നത്. ഇതെല്ലാം ഞങ്ങൾ അത്ര തന്നെ പ്രൊട്ടക്ട് ചെയ്താൽ ആന എല്ലാ വഴി കൂടിയും വരും. ആനയ്ക്ക് വഴിയെല്ലാം തന്നെ നമ്മുടെ കൈ രേഖകൾ പോലെ കൃത്യമാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് നടത്തുന്നത് വളരെയധികം റിസ്ക് ഉള്ളൊരു സ്ഥലമാണ്. മീൻവെല്ലം വാട്ടർഫാൾസ് കൊണ്ടുവരുന്നത് വളരെ എന്താ പറയുക റിസ്കി ആയിട്ടുള്ള ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതും കൂടി കൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടി നല്ലൊരു എന്താ പറയുക എപ്പോഴും ഒരു നമ്മൾ സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ സമയത്തും വാച്ചർമാരുണ്ടോ? ഏത് സമയത്ത് ആന വരുമോ? ഏത് സമയത്തും ആനയുണ്ട്. ഈ വെള്ളം ഏത് സമയത്തും വരില്ല. ഇത് നമ്മൾ വേനൽക്കാലത്തും ഒക്കെ ഉണ്ട്. ഈ വെള്ളം ഇപ്പോൾ നമ്മൾ വെള്ളം എടുക്കുന്നത് കൊണ്ടാണ് കുറവ്. അപ്പോൾ അതിൽ നിറയെ വെള്ളമുണ്ട്. നമ്മൾ ഈ എന്താ ചോല പറയുന്നത് വേനൽക്കാലത്ത് നല്ല ഉറവുള്ള സ്ഥലമാണ്. എല്ലാ സമയത്തും വറ്റാത്ത വെള്ളം വരുന്നതുകൊണ്ടാണ് ഇവരിവിടെ നമ്മുടെ പ്രോജക്റ്റ് ഇവിടെ വിജയകരമായി പോകുന്നത്. മുകളിൽ വെള്ളമുണ്ട്. നല്ല സ്റ്റോക്കുണ്ട്. നല്ല കാച്ച്മെന്റ് ഏരിയ ഉണ്ട്. കാച്ച്മെന്റ് ഏരിയ വനപ്രദേശമുണ്ട്. വെള്ളം എപ്പോഴും ഉറവ് വരാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് മീൻവല്ലം വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ വല്ലാണ്ട് വെള്ളം ഒഴുകുന്നൊന്നുമില്ല. കാരണം
മേലെ ഒരു ചെക്ക് ഡാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം ടർബൈൻ വഴി നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു വെള്ളച്ചാട്ടം, അതിലെയാണ് കടത്തി വിടുന്നത്. അപ്പോൾ ഇത് ഓവർഫ്ലോ ആയിട്ട് വരുന്നൊരു വെള്ളമാണ്. പിന്നെ അതേപോലെ ഉറകുള്ള വെള്ളവും ഇതിലൊഴുകി വരുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വൈദ്യുതിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഈ വൈദ്യുതി ഉണ്ടാക്കുന്നതിൻ്റെ ഉള്ളിപ്പുറത്ത് കയറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 1 days ഓൾറെഡി ഇവിടെ ഉണ്ട്. അവരൊക്കെ ഓരോന്നിങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ 3.3 kW 2 ജനറേറ്ററാണുള്ളത്. അപ്പോൾ വർഷക്കാലമാണെങ്കിലും വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഉറകളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അതിനുള്ള വെള്ളം ഇവിടെ ശേഖരിച്ച് വെക്കാൻ പറ്റിയ ഡാം ഇവിടെ ഉണ്ട്. ചെക്ക് ഡാം എന്നാണ് പറയുക. ഇത് ജനറേറ്റർ 1, ഒന്നാമത്തെ ജനറേറ്ററാണിത്. പിന്നെ അപ്പുറത്തുള്ളത് ജനറേറ്റർ 2, അങ്ങനെ 2 ജനറേറ്ററാണുള്ളത്. അപ്പോൾ പാലക്കാട് ജില്ലക്ക് തന്നെ നല്ല വരുമാനം കിട്ടുന്നൊരു പദ്ധതി കൂടിയാണ് കേട്ടോ അത്. കാരണം ഇവിടെ വെള്ളത്തിൻ്റെ ക്ഷാമമില്ലാത്തതുകൊണ്ട് തന്നെ വർഷത്തിൽ ഫുൾ ടൈം ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ KCBക്ക് കൊടുത്തുകൊണ്ട് അതിനുള്ള വരുമാനം ജില്ലക്ക് കിട്ടുന്നുണ്ട്. സർക്കാരിന് തന്നെ വലിയൊരു ലാഭമുള്ളൊരു പദ്ധതിയാണ്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ പോയി തിരിച്ച് ഓഫീസറെ അടുത്തേക്കടെ പോരാ കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ ദൗത്യം തുടങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നൊരുക്കമായിട്ട് നമ്മൾ കാലമല കറ്റുകളാണ് അടിക്കുന്നത്. സോറി. അപ്പോൾ ഇവിടെയൊക്കെ സേഫ്റ്റി ഒക്കെ റെഡിയായി പാറ്റൊക്കെ കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ അടിയിൽ നിന്ന് നമുക്ക് ഫെൻസിങ് നിർമ്മിക്കാനുള്ള കാലൊക്കെ അവിടെ മേലൊക്കെ എത്തിക്കാനുണ്ട്. ഇത് മേലെ എത്തിച്ചതിൻ്റെ ശേഷം നമുക്കവിടെ ഫെൻസിങ്ങിന് വേണ്ട വഴി ഒരുക്കണം. അതിന് പിന്നാലെയാണ് ഫെൻസിങ് നിർമ്മിച്ചിങ്ങനെ വരിക കേട്ടോ. അപ്പോൾ ഇത് മേലത്താന്ന് പറഞ്ഞാൽ ചെറിയ പാടൊന്നല്ല, കാരണം അത്രയും കുത്തനെ കയറ്റാണ്. ഈ സ്ഥലത്തിന് തന്നെ ഈ ഫോറസ്റ്റ് ഏരിയക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലം പോലും നിരപ്പായിട്ടുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ കയറാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. മരമൊക്കെ ഇടിഞ്ഞിട്ട് ഫുള്ള് കുത്തനെ ഇറക്കോ അല്ലെങ്കിൽ കയറ്റോ ആയിട്ടുള്ള സ്ഥലമായിരിക്കും ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രക്ക് ദുഷ്കരമായ ഒരു നീക്കമാണ് കേട്ടോ നമ്മൾ നീങ്ങുന്നത്. നമുക്ക് കുറച്ച് കുത്തനെ കയറാനുണ്ട്. കുറച്ച് ടീം അവിടെ മേലെത്തിയിട്ടുണ്ട്. ഏകദേശം കുറച്ച് മീറ്ററുകൾ നടന്നു കേട്ടോ. അവർ മുമ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ വേക്ക വന്നാൽ ഇപ്പോഴും കാണില്ല. അപ്പോൾ ഞാനിത്ര ടയേർഡായി. അപ്പോൾ ഈ സാറൊക്കെ ആയിട്ട് വരുന്ന വളണ്ടിയേഴ്സിൻ്റെ അവസ്ഥ കൊഴിഞ്ഞിട്ടേ കിതപ്പോണ്ടൊന്നും പറയാൻ കഴിയണില്ല. അപ്പോൾ നമുക്ക് മേലെ പോയിട്ട് ഇത് എന്തിനാണ് കൊണ്ടുപോകണത്, എന്താണ് മെയിൻ്റെനൻസ് എന്നുള്ളതൊക്കെ കാണട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം മേലെത്തി കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇവിടെ എത്തി. ഇവിടെയൊക്കെ മരം ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഒഴിവാക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ ഇവിടെ അങ്ങനെ തൂങ്ങിക്കണേ, ഇതിപ്പോൾ ആനയും അങ്ങനത്തെ വന്യജീവികളെ തടയാനുള്ള ഒരു തടയണ കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കണ പണിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് റൈറ്റിലോട്ട് ഒരു 3 കിലോമീറ്ററോളാണ് കേട്ടോ നമുക്ക് കാട് വെട്ടി പോകാനുള്ളത്. അപ്പോൾ അവസാന ടീമും എത്തി. നമുക്ക് അവരും കൂടി വന്നതിൻ്റെ ശേഷം നടന്ന് നീങ്ങാം. അപ്പോൾ ഇവിടെ പ്രവൃത്തികളൊക്കെ നമുക്കൊന്ന് കാണാം. കാട് വെട്ടുന്നതിന് മുമ്പും കാട് വെട്ടിയതിന് ശേഷം കാണാം. കോർഡിനേറ്റർ സെക്രട്ടറി സാറാണ് കേട്ടോ. പിന്നെ ബാക്കിലുള്ളത് ബാസിത്ത്, അവരൊക്കെ കോഴിക്കോട് ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ പേരൊക്കെ നമ്മൾ പഠിച്ച് വരുന്നുള്ളൂ. ഞാൻ മലപ്പുറം ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് ടീമിന് എനിക്ക് അധികം പരിചയമൊന്നുമില്ല.
അപ്പോൾ ഓരോരുത്തരെ പ്രവൃത്തി എന്തൊക്കെ നമ്മൾ വാച്ച് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ അവരെ പേരും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പിന്നെ പഠിക്കാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ മല കയറിയാണ്ട് കുഴങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെൻസിങ്ങിൻ്റെ സ്റ്റാൻഡൊക്കെ ആയിട്ട് വരുന്ന ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും വെയിറ്റാണ് ഈ സാധനം, ഈ ഇത്രയും കുത്തനുള്ള കയറ്റവും. അപ്പോൾ നമ്മൾ ഈ ഹാങ്ങിങ്ങിൻ്റെത് ഇവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകൾ കാണില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ കാട് കൂടി ഒക്കെ വള്ളിയും ഒക്കെ നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നമുക്ക് പോയേക്കാം. ഇവിടെയൊക്കെ ഫുള്ള് അറ്റ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരൊക്കെ റെഡിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലൊന്ന് തെറ്റിയാൽ അപ്പുറത്തെത്തും. ഫുള്ള് കൊണ്ടാ ഇവിടെ കറ്റ രീതിയിലാണ് കേട്ടോ, ഫുള്ള് അറ്റിക്കണേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. നമുക്ക് അടുത്ത തല വരെ പോയി നോക്കട്ടെ. ഇവിടെ കണ്ടില്ല കമ്പി ഫുള്ള് അറ്റ രീതിയിലാണ് കേട്ടോ. അവിടെയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇങ്ങനെ വരാം. ഇവിടെ ഒന്നും കാലം ഇല്ല കേട്ടോ, ഫുള്ള് പോയിക്കണേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റാക്കാളാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാല് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മരം വീണിട്ട് ആയതായിരിക്കും ഇവിടുത്തെ നാശമായത് തോന്നുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ അപ്പുറത്തേക്ക് ഇവിടെ കടിയിൽ വീണ് കിടക്കുന്നതാണ്. അത് പൊട്ടി വീണിട്ടുണ്ട്. ഒക്കെ മറിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ആന ചവിട്ടിയതാണോ അതോ മരം വീണാണ്ടാണോ ഒന്നും പറയാൻ കഴിയൂല. ഇതൊക്കെ അതിർക്കല്ലാണ് കേട്ടോ ഇവിടെയൊക്കെ ഈ കാണുന്നത്. ഇവിടെ നിന്ന് വെള്ളച്ചാട്ടോ. ഇവിടെ ഒരു അരുവിയുണ്ട്. നമ്മളിവിടെ കാണാൻ പോകുന്ന ഒരു അരുവിയാണ് ഗൈസ്. ആന ഞങ്ങൾ തമ്മിൽ മത്സരമാണ്. ആന ഇവിടെയാണ് ഒരു വേറൊട്ടുമില്ലല്ലോ, എന്തൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇതൊരു 500 മീറ്ററാണ് നമ്മുടെ ഒരു ഫിസിക്കലായിട്ട് ഇവിടെ
അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ. ഇവിടൊക്കെ മരം പൊട്ടി വീണതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാങ്ങിങ് പോയ സ്ഥലത്ത് കാട് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നമ്മൾ വെട്ടി നന്നാക്കുകയാണ്. വെട്ടി നന്നാക്കിയിട്ട് വേണം നമുക്കിതിൽ കാലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ. അപ്പോൾ പട്ടകൾ നല്ലോണം കയറുന്നുണ്ട് കേട്ടോ. ഇതിലടിച്ചല്ലേ ഇതാണ് സാധനം അല്ലല്ലേ? മറ്റേ ബ്ലീഡിങ് ഉണ്ടോ? സ്ഥലം വാങ്ങിക്കൊണ്ടേയിരിക്കുക, കൈമാറിക്കൊണ്ടേയിരിക്കുക. ആന ഇവിടെ കാടിനും വലിയ കാടിനും ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ആന എപ്പോഴും വരും. നമുക്ക് ബുദ്ധിമുട്ടെന്താ പറഞ്ഞാൽ നമ്മൾ ലൈനിലേക്ക് നേരാക്കി വരുമ്പോൾ കാട്ടിലാണ് ആനയെ വല്ല ഉണ്ടെന്ന് നോക്കും. ഇപ്പം ആന നിൽക്കുന്നത് അപ്പുറത്താണ്. നമ്മൾ ശ്രദ്ധ കാട്ടിൽ വല്ല വരുന്നുണ്ട് ശബ്ദമാണ്. ഇതിലങ്ങനെ അടിയിൽ കൂടെ എങ്ങനെയാണ് ഈ ഹാങ്ങിങ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാണ്ടിയസ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ അങ്ങനെ ഓരോ കാടൊക്കെ ഇങ്ങനെ കാട്ടുവള്ളിയൊക്കെ ഇങ്ങനെ തളിച്ച് ഒഴിവാക്കിക്കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ, ഫുഡ് കഴിക്കാനും വേണ്ടി. അപ്പം ഇനി ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിവിടെ ബാക്കി തുടങ്ങട്ടെ. ഇനിയിപ്പോൾ കാട് വെട്ടാൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഒരു ടീം കെട്ടി വരുന്നുണ്ട് കേട്ടോ, ഹാങ്ങിങ് കെട്ടി വരുന്നുണ്ട്. കുറച്ച് പേര് അപ്പുറത്ത് കുറച്ച് ഇപ്പുറത്ത് പേര് നിൽക്കുക. അങ്ങനെ എല്ലാവരും തലയും കൊണ്ട് വെട്ടിയിട്ട് പോകും. എല്ലാവരും അവരുടെ കയ്യിൽ വെച്ച് നമുക്ക് ക്ലിയർ ആയി കിട്ടും. തല വെട്ടിയിട്ട് നമുക്ക് നടക്കാനായിട്ട് നമുക്ക് ഫെൻസിങ് ലൈൻ അവർ വലിച്ച് ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 400 മീറ്റർ ദൂരമാണ് ഇത് ഇല്ലാത്തത്. ഇത്തിരി വെട്ടാനുള്ളത് ഒരു 200 മീറ്റർ ദൂരം ഇത്തിരി കൂടുതൽ വെട്ടാനുണ്ട്. നമുക്ക് അത് വെട്ടി വൃത്തിയാക്കാം. പിന്നെ അധികം പണിയില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് മിന്നിട്ട് പോകാൻ മതി. അത്ര എല്ലാവരും കൊടുവളുണ്ടല്ലോ. എല്ലാവരും അവനവരെ സുരക്ഷിതത്വം നോക്കുക. വഴിക്ക് പോയി ഒന്നും ചെയ്യരുത്. കാടാണ്. ഇത്തിരി ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കാൻ എനിക്കറിയാം. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണെന്നുള്ള ആൾക്കാർ ആണെന്ന് എനിക്കറിയാം. എന്നാലും ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടാവും പഠിക്കാനൊന്നും വേണ്ട. പഠിച്ചാലും അത് പ്രശ്നമുള്ള കാര്യമില്ല. No. അപ്പോൾ ഇവിടെയൊക്കെ ആന ഫെൻസിങ് തട്ടിമറിച്ചിട്ട് പോയിട്ടുണ്ടോ. പോയി കമ്പി കണ്ടില്ലേ, ഫുള്ള് അറുത്തിട്ടാണ് അവര് വനം കഴിഞ്ഞ് പോയത്.
നമുക്ക് നോക്കാലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ കുത്തനെ ഇറക്കാണ്. ഒന്ന് കാല് തെറ്റിയാൽ ആ കുണ്ടിലുണ്ടാവും. അതാണ് ഇവിടുത്തെ സ്ഥിതി. കണ്ടില്ലേ, ഇത്രയും താഴ്ചയാണ്. ഇത്രയും ഡേഞ്ചർ സ്ഥലത്താണ് ഇപ്പം നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡിസ്ട്രിക്റ്റ് ബോർഡർ. നിന്നോ, ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇങ്ങ് പോവാം. ഉരുട്ടാതെ കണ്ടില്ല, എത്ര ഡേഞ്ചർ ആയിട്ടുള്ള ഇറക്കാണ് ഇവിടെ. കണ്ടില്ലേ, മരൊക്കെ കുത്തി പിടിച്ചാണ് ഇറങ്ങാൻ കഴിയുള്ളൂ. അത്രയും ഡേഞ്ചറാണ്. നമ്മള് ഇവിടുന്ന് ഇറങ്ങല പഠിക്കട്ടുള്ളൂ. അപ്പോൾ ഇതിന് ഇവിടെ ഒരാൾ നമ്മളൊരു വണ്ടി വെട്ടുന്നുണ്ട് കേട്ടോ, മരം. അപ്പോൾ ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അരുവിയുണ്ട്. എന്താ റെസ്റ്റ്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ആ ഇറക്കാണ്ടത് ഇത്രയും കുത്തനെ. ഇതാണ് ഇപ്പോൾ ഇറങ്ങി വരാനുള്ളത്. ഈ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം കേട്ടോ. le hice bien segundo. Saranate. അടിവാരം ഇവിടെ ഒരു സിംഗിൾ ലൈൻ എടുത്തതാണേ, ഇവിടെ പൊളിഞ്ഞു കിടന്നു. അപ്പോൾ എന്തായാലും ഒരു ലൈന് വേണ്ട പറഞ്ഞ് സിംഗിൾ ലൈൻ ഞങ്ങളൊന്ന് എക്സ്ട്രാ ഒന്ന് കിട്ടിയതാണ്.
ഒരു തടസ്സം വേണ്ടതുണ്ട്. ഇവിടെ ആന വന്ന് ഇവിടെ മരമൊക്കെ കൂടി പൊട്ടി പോകണം, വലിയ കുടിലെല്ലാം കൂടി പൊട്ടി പോകണം. അപ്പോൾ അത് പറ്റാ. അപ്പോൾ ഒരു ലൈൻ നമ്മൾ അപ്പുറത്തോട്ട് ഇട്ടതാണ്. സൗകര്യത്തിന് പോസ്റ്റ് മാറ്റിയിട്ട് എന്തായാലും ഒഴിഞ്ഞത് തന്നെ. ഇതുണ്ട് പോസ്റ്റ് അവിടെ വലിയ വാളില്ല, ചുറ്റും വാള് വേണമല്ലേ. നമുക്ക് അങ്ങോട്ട് മറിച്ചിടാം. അത് അവിടെ ഒരു മുറി മുറിച്ചിട്ട് അല്ല നമുക്ക് മുറിച്ച് ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി നമുക്കെല്ലാവർക്കും കൂടി കൂടിയിട്ട് ഇത് ഇവിടുന്ന് മാറ്റണം. അപ്പോൾ എല്ലാവരും വരട്ടെ. അപ്പോൾ ഈ ഒരു വലിയൊരു മരമാണ് നമുക്ക് മാറ്റാനുള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടൊക്കെയുണ്ട്. അത് ഉണങ്ങിയതായതുകൊണ്ട് നമുക്ക് വെട്ടാനും കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നേരത്തെ ഒരു വളണ്ടിയർ നമ്മളോട് പറഞ്ഞ് കാട്ടത്തെ മരം വെട്ടാൻ നാട്ടത്ത് കൊടുപാട് പോരാന്ന് പറഞ്ഞ്. അതന്നെയാണ് സംഭവം. വെട്ടിയിട്ടുണ്ട്, നീങ്ങണില്ല. ഏതായാലും ഇത് ഇവിടുന്ന് മാറ്റിയാലേ നമുക്ക് ഇത് കെട്ടാനും പറ്റുള്ളൂ. അങ്ങനെ അത് അവിടുന്ന് ക്ലിയർ ആക്കി നമ്മൾ വീണ്ടും അടിയിൽ ഇങ്ങനെ പോയോണ്ട് കേട്ടോ. ഇവിടൊക്കെയെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ലൈനുമ്മൽ വള്ളി പടർന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് വെട്ടി മാറ്റണം, എന്നാലേ നമുക്ക് ഫുള്ള് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നന്നായിട്ട് പടർന്ന് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മരം വീണാണ് ഇതിൻ്റെ മേലെ കൂടെ വീണിക്കണം കേട്ടോ. ഫുള്ള് വലിയ മരമാണ്. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മൾ ഇവിടത്തൊക്കെ വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ആദ്യത്തെ ഇപ്പോഴത്തെ മാറ്റം ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 6 കിലോമീറ്റർ നടന്നു അല്ലേ? കൊയങ്ങോ? എവിടെ കൊയങ്ങണല്ലേ? അങ്ങോട്ട് ഒരു 10 കിലോമീറ്റർ നടക്കാനുള്ള ശേഷി നമുക്ക് കിട്ടും. ഏതായാലും ചെയ്ത് വളരെ വൃത്തിയായി എല്ലാവരും പറഞ്ഞ് കാണാവുന്നതാണ്. നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു. കാട് വെട്ടി സാഹസികമായ കയറ്റുക. നിങ്ങൾ കൊയങ്ങിയോ? എവിടെ കൊയങ്ങണല്ലേ? 45 വയസ്സാണ്. അതെ, പ്രായം ഇതിന് ഒന്നും കൂടി ഒരു എനർജി കിട്ടിയില്ലേ? പ്രശ്നമല്ല. സാറൊരു അഭിപ്രായം പറഞ്ഞു സാറേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം 6 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ റോഡ് എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ടില്ലൊരു ചോല, അപ്പോൾ അതിവിടെ ഒഴുകുന്നുണ്ട്. അപ്പം നമുക്ക് റോട്ടിലേക്ക് പോകണം. അപ്പം എല്ലാവരും നല്ല എനർജി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആനന്ദത്തോടെ ഞങ്ങൾ വരും. കണ്ടില്ല, കാലിലെ കളറ് മാറിയത്. ഇതാണ് കാട്ടിലൂടെ നടന്നുള്ള അവസ്ഥ. നനഞ്ഞ പിന്നെ പറയണ്ട.
അങ്ങനെ നമ്മള് അവിടുന്ന് പോന്നു. ഇപ്പോ ഏകദേശം റോഡിന്റെ അടുത്ത് എത്തി കേട്ടോ. അടിയിലൊക്കെ ഒഴിക്കല് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇവിടുത്തെ ഫുൾ ഫാമിലി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം റോഡും എത്തിട്ടോ. കുറേ ഫാമിലികളൊക്കെ ഉണ്ട്. ഇനി നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഡാമിന്റെ അവിടേക്കൊക്കെ പോവാം കേട്ടോ. തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ പങ്കെടുത്തതാണ് അല്ലേ? അതിൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് കാരണം പെട്ടെന്ന് പറയും. രണ്ട് ടീമെന്നും ഫെൻസിങ്ങിന് പോയവർക്കും ഇവിടുന്ന് ഈ ഭാഗത്തേക്ക് പോയവർ അഭിപ്രായം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ക്ഷീണം ഓക്കെയാണ്. എന്നാലും എല്ലാവരും ഓക്കെയാണ്. ഇനിയും വരാൻ റെഡി ആയിരിക്കുകയാണ്. വളരെ നല്ലൊരു കിട്ടി. അടുത്ത ഇവിടുത്തെ വിത്ത് കൊണ്ടുപോയ ആളുകൾ അതും അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുകളിലേക്ക് ഷൈജു അടിപൊളിയായിരുന്നു. നല്ല അനുഭവം. കാട്ടിന് നമ്മളടുത്ത് വേർതിരിച്ചതിന് വേണ്ടി കുറച്ച് ടൂളുകൾ കുറെ ആൾക്കാർ അങ്ങോട്ടും കൂടെ ആയി പോയി. ടൂൾസിന്റെ ഒരു പ്രശ്നം ഉണ്ടായി. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് പരിപാടി ചെയ്യുമ്പോഴേ എന്തൊക്കെയാണ് നമ്മുടെ പോരായ്മകൾ എന്നുള്ള പറയേണ്ടത്. ആ 3 ടൂൾസിന്റെ പ്രശ്നം ഒരു പോരായ്മ എന്തൊക്കെ നമ്മൾ അവിടെ വരെ വാഹനം നിർബന്ധമാണ്. അല്ലാതെ അങ്ങനെ വിഷയമാണ്. കാരണം അവിടെ എത്തുന്നതിന് നമ്മൾ തളർന്നു പോകുന്ന വിഷയം. ബാക്കിയായിട്ട് ക്ലിയറാണ്. നമ്മളിപ്പോ ഈ വിത്തുനടലിന്റെ ടീമിലുള്ള ഉണ്ടായൊരു പ്രയാസം എന്താ വെച്ചാൽ നമ്മൾ പരമാവധി എത്തിയിട്ട് അവിടുന്ന് ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടിയില്ല. നമ്മൾ വാഹനം നടുവിൽ കുടുങ്ങിപ്പോയി, അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ കയറുന്ന ആളുകൾ അവിടുത്തെപ്പോഴേക്കും തളർന്നു പോയി. പിന്നീട് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനായിരിക്കും. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അത്ര ഉയരത്തിലേക്ക് എന്നാലും വളണ്ടിയർമാർ എത്തി എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നല്ല ഉഷാറായി. നമുക്ക് എന്താ വെച്ചാൽ എൻ്റെ അഭിപ്രായം ഇത് ഞങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ്ഡാണ്. ഇപ്പോൾ ഈ പോരായ്മ പരിഹരിച്ച് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ അത് എന്തൊക്കെയെന്നുള്ളത് ആലോചിച്ച് നമുക്ക് കൃത്യമായി ചെയ്താൽ നമുക്ക് നല്ലൊരു വർക്ക് നമുക്ക് നടത്താൻ പറ്റും. നല്ല ടീംസ് നമ്മൾ ഇപ്പം ഇത് നിലവിൽ നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടിയല്ല. നിങ്ങൾക്കറിയാലോ, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഡേറ്റ് ആണ്. നമ്മളിൽ ഏകദേശം മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 500ന്റെ അടുത്ത് വളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ക്യാമ്പ് പോലെ ഇപ്പോൾ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ പറ്റുമൊക്കെ സംവിധാനത്തിലേക്കൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അഥവാ ഒരു രാവിലെ തൊട്ട് ഉച്ചവരെ നമുക്ക് സേവന പ്രവർത്തനങ്ങളും ഉച്ചയ്ക്ക് ശേഷം നല്ല ക്യാമ്പും മറ്റു സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ അങ്ങനെ നമ്മള് ഫുഡ് കഴിച്ചാണ്ട് ഇനി നമ്മള് ട്രെക്കിങ്ങിന് പോവാനുണ്ട്. അപ്പോൾ അതിനൊരു ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം വരും. അപ്പൊ നമുക്ക് ഉള്ള ജീപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കുള്ള ജീപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാനുള്ള വാഹനം അവർ ഏർപ്പാടാക്കിയിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര പോവുകയാണ് കേട്ടോ. ഒരു ജീപ്പ് ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ്. അവർ ഫില്ല് ചെയ്താണ്ട് വരും. അപ്പം നമ്മളെ കൂടെ ഉള്ള ആളുകളാണ് നമ്മളെ ജീപ്പിൽ. ഇവരൊക്കെ കോഴിക്കോടുള്ളവരാണ്. ഞാൻ എൻ്റെ പേരൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. ഒരു 2 പുലി 2 ആന മതി. നമ്മൾ ഡാമിന്റെ ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഡാമിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇനിയും നമ്മളെ 3 ജീപ്പിനുള്ള വളണ്ടിയേഴ്സ് ഇവിടെ എത്താറുണ്ട്. അപ്പോൾ അവരും കൂടി എത്തിയതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇത് വൈൻഡപ്പ് ചെയ്യണം. അങ്ങനെ അവരൊക്കെ ഇവിടെ എത്തി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഡാമൊക്കെ ഒന്ന് ചുറ്റി കാണാം. അപ്പോൾ ഡാമിൻ്റെ അങ്ങോട്ട് കയറാൻ കഴിയില്ല, എന്നാലും നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒന്ന് നോക്കി കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങിൻ്റെ ജോലി ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇപ്പോൾ പ്രവേശനമില്ല കേട്ടോ. മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് കീഴിൽ നമ്മൾ തുടങ്ങി വെച്ച ചില വിത്തുണ്ടാകുന്നുള്ള പ്രൊജക്റ്റും ഒപ്പം ഫെൻസിങ് ക്ലീനിങ് എല്ലാറ്റിലും ഇവർ പങ്കാളിയായി. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്കും ലത്തീഫ് സാറിനും ഒരു ബിഗ് താങ്ക്സ് കൊടുക്കുക. അപ്പൊ റേഞ്ച് ഓഫീസർക്ക് സുബേർ സാർക്കും നല്ലൊരു താങ്ക്സ് ആണ് പറയുന്നത്. ഇവര് ഇനിയും ആളുകളായിട്ട് വരാമെന്നാണ് നമ്മളെ ഷിഹാബ് പറയേണ്ടത്. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു ജാടയില്ല, ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ സഹോദരന്മാരെ പോലെ കണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി തന്നു. ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തന്നു, ഞങ്ങൾക്ക് നല്ല സൈറ്റ് കാണുന്നതിനുള്ള അവസരങ്ങൾ നൽകി തന്നു. എല്ലാം കൊണ്ടും ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എല്ലാവിധ നന്ദിയും TDRF വേണ്ടി. താങ്ക് യു സാർ. അത് എനിക്ക് കൂടി അർഹതപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളൊപ്പം ഞാൻ 5 വർഷത്തോളമായിട്ട് നിങ്ങളൊപ്പം ഉണ്ടെങ്കിലും നിങ്ങൾ തന്ന ഹോസ്പിറ്റാലിറ്റി അത് എടുത്തു പറയത്തക്ക. കാരണം നിങ്ങളെ വർക്ക് ഇതിനു മുമ്പും ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എന്റെ നാട്ടിൽ നിന്ന് വന്ന നാട്ടുകാർക്ക് തന്ന ഉണ്ണിയേട്ടന്റെ ആ ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾ ഈ ഒരു ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കാണാൻ കഴിയാൻ സാധ്യതയില്ലാത്ത ഈ സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ താങ്ക്സ് പറയേണ്ടത് ഉണ്ണിയേട്ടനോടാണ്. അപ്പൊ TDRF അങ്ങനെ ഡാം സന്ദർശനമൊക്കെ കഴിഞ്ഞു. നമ്മൾ വന്ന വാഹനങ്ങളിൽ തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി ബസ്സിൽ കയറിയതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പിടിക്കണം. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.